ഹായ് ഹലോ നമസ്കാരം. ഒരു കുട്ടി കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആയിട്ടാണ്. നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റൂ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ജാതിപത്രി, തക്കോലം, കറുവപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നടുവേ പൊളന്നിട്ടിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഞാനിവിടെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നന്നായി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായി വഴന്ന് വന്ന ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് ആ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാലൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല തേങ്ങാപ്പാൽ കിടന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടാവും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വേകും. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ സവോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകാൻ വെക്കാം. അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ചിക്കൻ സ്റ്റൂ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 5-6 അല്ലി ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി അത് നന്നായി നമ്മുടെ കറി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച ചുവന്നുള്ളിയും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ചിക്കൻ ഐറ്റമാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി പുതിയൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്